ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ടോപ്പിക്കായിട്ട് സെലക്ട് ചെയ്തിരിക്കുന്നത് ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള പ്രതിരോധ സഖ്യം അല്ലെങ്കിൽ ഡിഫൻസ് റിലേഷൻസിനെ കുറിച്ചാണ്. അതായത് ഒരു വശത്ത് ട്രംപ് നേതൃത്വം കൊടുക്കുന്ന അമേരിക്കൻ അഡ്മിനിസ്ട്രേഷന്റെ അനിഷ്ടവും അല്ലെങ്കിൽ സമ്മർദ്ദങ്ങളും ഒക്കെ, അതായത് ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ബന്ധം ഏഹ്, കുറയ്ക്കുവാനും അല്ലെങ്കിൽ ഇന്ത്യ റഷ്യയിൽ നിന്ന് പ്രത്യേകിച്ച് ഓയിലിൻ്റെ ഓയിൽ വാങ്ങുന്നൊരു വിഷയം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ സൈനികപരമായിട്ടുള്ള നമ്മൾ ആയുധങ്ങൾ റഷ്യയിൽ കൂടുതൽ ആശ്രയിക്കുന്നത് കുറയ്ക്കുവാൻ അത് സംബന്ധിച്ചുള്ള സമ്മർദ്ദങ്ങൾ ട്രംപിൻ്റെ ഭാഗത്തു നിന്ന് വളരെ കാര്യമായിട്ട് നിലനിൽക്കുമ്പോഴും ഇന്ത്യ ഇപ്പോഴും റഷ്യയുമായിട്ടുള്ള സഹകരണം അല്ലെങ്കിൽ സൈനികപരമായിട്ടുള്ള സഹകരണം വളരെ ശക്തമായ രീതിയിൽ തന്നെ മുന്നോട്ട് പോവുകയാണെന്നുള്ളതാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്ത്യയുടെ ഭാഗത്ത് ഇന്ത്യയുടെ ഡിഫൻസ് പർച്ചേസ് ഡൈവേഴ്സിഫൈ ചെയ്യുന്നുണ്ട്. ഡൈവേഴ്സിഫൈ ചെയ്യാൻ നമ്മൾ മറ്റു പല രാജ്യങ്ങളെ ആശ്രയിക്കുന്നുണ്ട്, റഷ്യ കൂടാതെ. പ്രധാനമായിട്ട് ഫ്രാൻസ്, ഇറാനല്ല, ഇസ്രായേൽ, പിന്നെ അമേരിക്ക, ജർമ്മനി ഇതുപോലുള്ള രാജ്യങ്ങളെയൊക്കെ തന്നെ നമുക്ക് ഡിഫൻസ് പാർട്ട്നേഴ്സ് ഉണ്ടെങ്കിൽ തന്നെയും ഇന്ത്യയുടെ ഇപ്പോഴും ഏറ്റവും കൂടുതൽ ആയുധങ്ങൾ നമ്മൾ വാങ്ങിക്കുന്ന ഒരു രാജ്യമായിട്ട് നിലനിൽക്കുകയാണ്. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ നമ്മൾ ആയുധങ്ങൾ വാങ്ങിക്കുന്ന റഷ്യയിൽ നിന്നുമാണ്. അത് നമുക്കറിയാം. നമ്മളൊരു ഈ സ്റ്റോക്ക്ഹോം ഇന്റർനാഷണൽ പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ച് പറഞ്ഞാണ്. അപ്പോൾ അവരുടെ റിപ്പോർട്ട് അനുസരിച്ചിട്ടാണ് ഇന്ത്യ 2021-25 കാലയളവിൽ അല്ലെങ്കിൽ ഈ ഒരു ടൈം പീരീഡിൽ ലോകത്തിലെ ഏറ്റവും സെക്കൻഡ് ലാർജസ്റ്റ് ആംസ് ഇമ്പോർട്ടറായിട്ട് ആണെന്ന് പറയുന്നുണ്ട്. നമ്മൾ ഈ പറഞ്ഞ എന്താണ് പറയുന്നത്, തദ്ദേശീയമായിട്ടുള്ള നമ്മളുടെ ആയുധ നിർമ്മാണങ്ങളൊക്കെ തന്നെ ത്വരിതഗതിയിൽ മുമ്പോട്ട് പോകുന്നുണ്ടെങ്കിലും നമ്മൾ തീർച്ചയായിട്ടും ഇപ്പോഴും ലോകത്തിലെ രണ്ടാമത്തെ ഏറ്റവും കൂടുതൽ ആയുധം ഇറക്കുമതി ചെയ്യുന്ന രാജ്യമാണ്. ഒന്നാമത്തെ രാജ്യം യുക്രൈനാണ്. ഈ യുക്രൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യുദ്ധം തുടങ്ങിയതിന് ശേഷമാണ് അവർ ഒന്നാമത്തെ സ്പോട്ടിലെത്തിയത്. അല്ലെങ്കിൽ അവരെ ഈ പറഞ്ഞൊരു ലിസ്റ്റിനകത്തിൽ മുൻപന്തിൽ എന്നുള്ള രാജ്യമല്ലായിരുന്നു യുദ്ധത്തിന് മുമ്പെന്ന് പറഞ്ഞാൽ. അതിനു മുമ്പ് ഇന്ത്യയൊക്കെ തന്നെ ആയിരുന്നു ഒന്നും രണ്ടും, സൗദി അറേബ്യ അല്ലെങ്കിൽ അതുപോലുള്ള രാജ്യങ്ങളൊക്കെ തന്നെ ആയിരുന്നു ഒന്നും രണ്ടും ഒക്കെ തന്നെ എപ്പോഴും നിലകൊണ്ടിരുന്നത്. അപ്പോൾ ഈ പറഞ്ഞ 2021-25 കാലയളവിൽ ഇന്ത്യ ഏറ്റവും രണ്ടാമത്തെ ആയുധം ഇമ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഇറക്കുമതി ചെയ്യുന്ന രാജ്യമായിട്ടാണ് ഈ റിപ്പോർട്ട് പറയുന്നത്. അപ്പോൾ അതിനകത്തുള്ള റഷ്യനാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ആയുധങ്ങൾ വാങ്ങിക്കുന്ന രാജ്യവും. ഏകദേശം 2016-20 അതുപോലെ തന്നെ 2021-25 കാലയളവെടുത്ത് നോക്കുമ്പോൾ 4% കുറവ് റഷ്യയിൽ നിന്നുള്ള ഈ റഷ്യയിൽ നിന്നുള്ള നമ്മളുടെ മൊത്തം ആയുധ ഇറക്കുമതിയിൽ കുറവ് വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഇറക്കുമതിയിൽ കുറവ് ഉള്ളതിൻ്റെ കാരണം നമ്മൾ ആഭ്യന്തരമായിട്ട് ഇപ്പോൾ ആയുധങ്ങൾ, വെപ്പൺസ് മാനുഫാക്ചർ ചെയ്യുന്ന നമ്മളുടെ ഇക്കോസിസ്റ്റം അല്ലെങ്കിൽ നമ്മുടെ ഡിഫൻസ് മാനുഫാക്ചറിങ് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ഇക്കോസിസ്റ്റത്തിനെ വളരെയധികം എന്താ പറയുന്നത് ബൂം ചെയ്യുന്ന അല്ലെങ്കിൽ വളരെ മെച്ചപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. ഏകദേശം ഈ 2011-15 കാലഘട്ടത്തിൽ ഇന്ത്യ റഷ്യയിൽ നിന്ന് ഏകദേശം 70% ആയുധങ്ങൾ വാങ്ങിക്കുന്ന ഒരു രാജ്യമായിരുന്നു. ഇപ്പോൾ 40%-ഓട്ട് കുറഞ്ഞിട്ടുണ്ട്. ഈ 40%-ഓളം കുറഞ്ഞതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ അത് നമ്മൾ മറ്റു രാജ്യങ്ങളിൽ നിന്ന് കൂടുതൽ വാങ്ങുന്നതും അതുപോലെ തന്നെ നമ്മൾ ആഭ്യന്തരമായി ഉൽപ്പാദിപ്പിക്കുന്നതും കൂടെ കണക്കിലെത്തുന്നതാണ് ഈ കുറവ് വന്നിട്ടുള്ളത്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ഈ മേഖലയിൽ ആയുധ പന്തയം നിലനിൽക്കുന്നുണ്ട്. ഇന്ത്യയും ചൈനയും ഒരു ഭാഗത്തുണ്ട്, അതുപോലെ തന്നെ ഇന്ത്യയും പാകിസ്ഥാനുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ ഈ രണ്ട് രാജ്യങ്ങളെ കണക്കിലെടുക്കുമ്പോൾ ഇന്ത്യക്ക് നമ്മളുടെ സൈനികപരമായിട്ടുള്ള പ്രതിരോധപരമായിട്ടുള്ള കാര്യങ്ങളെ നമുക്ക് വിസ്മരിക്കാനോ അല്ലെങ്കിൽ അതിനകത്ത് യാതൊരു തരത്തിലുള്ള കോംപ്രമൈസുകളും നമുക്ക് വരുത്താനോ സാധിക്കില്ല. അപ്പോൾ ചൈനയും പാകിസ്ഥാനും നമുക്ക് ടു ഫ്രണ്ട് വാർ അല്ലെങ്കിൽ രണ്ട് യുദ്ധമുഖങ്ങൾ ഇപ്പോൾ നൽകുമ്പോൾ തീർച്ചയായിട്ടും നമുക്കതിനകത്തിൽ നമ്മളുടെ സൈനികപരമായിട്ടുള്ള ശേഷിയെ കൂടുതൽ വർദ്ധിപ്പിക്കുക എന്നുള്ളത് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ ആഭ്യന്തരമായിട്ട് നമുക്ക് എല്ലാ ആയുധങ്ങളും എല്ലാ വെപ്പൺ സിസ്റ്റവും നമുക്ക് നിർമ്മിച്ചെടുക്കാൻ കഴിയാത്തതുകൊണ്ട് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട അത്യാധുനികമായിട്ടുള്ള ആയുധങ്ങൾ, വെപ്പൺ സിസ്റ്റംസ്, ഫൈറ്റർ എയർക്രാഫ്റ്റ് മുതലായിട്ടുള്ള, അതുപോലെ സ്റ്റെൽത്ത്, ഫിഫ്ത്ത് ജനറേഷൻ ഇതുപോലുള്ള ആയുധങ്ങൾ അല്ലെങ്കിൽ വെപ്പൺ സിസ്റ്റത്തിന് നമുക്ക് ഈ പറഞ്ഞ രാജ്യങ്ങളെയൊക്കെ തന്നെ ഇപ്പോഴും ആശ്രയിക്കുക എന്നുള്ളത് നിലനിൽക്കുന്നൊരവസ്ഥയാണ്. അപ്പോൾ ഇത് നമ്മൾ 2025 പാകിസ്ഥാനുള്ള കോൺഫ്ലിക്റ്റ് ഓപ്പറേഷൻ സിന്ദൂറൊക്കെ കണ്ടതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ പറഞ്ഞ രണ്ട് രാജ്യങ്ങളും പാകിസ്ഥാനായാലും ഇന്ത്യയിലും അവർ ഇറക്കുമതി ചെയ്യുന്ന ആയുധങ്ങളാണ് ഏറ്റവും കൂടുതൽ ആ കോൺഫ്ലിക്റ്റിൽ ഉപയോഗിക്കുന്നവർ കണ്ടിട്ടുള്ളത്. ഏകദേശം 2021-25 കാലയളവിൽ റഷ്യയുടെ 74% ആയുധങ്ങൾ
മൂന്ന് രാജ്യങ്ങൾക്കാണ് പ്രധാനമായിട്ടും കൊടുത്തുകൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നത്. ഒന്ന് ഇന്ത്യ 42%, ചൈന 13%. ചൈന ഇപ്പോഴും റഷ്യയിൽ നിന്നും ഏറ്റവും അത്യാധുനികമായിട്ടുള്ള വെപ്പൺ സിസ്റ്റം ഒക്കെ തന്നെ വാങ്ങിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബെലാറസ് 13%. അപ്പോൾ ഈ പറഞ്ഞ മൂന്ന് രാജ്യങ്ങളാണ് പ്രധാനമായിട്ടും റഷ്യയുടെ ആംസ് ബയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ റഷ്യയുടെ ഏകദേശം നാലിൽ മൂന്ന് നാലിൽ മൂന്ന് ആയുധങ്ങളും ഈ പറഞ്ഞ മൂന്ന് രാജ്യങ്ങളാണ് മേടിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട അല്ല മുന്നിൽ നിൽക്കുന്ന രാജ്യം 41%, ഇന്ത്യക്ക് അതിനകത്ത് ഷെയർ ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ പറഞ്ഞ ചൈനയുടെ വളർന്നു വരുന്ന അവരുടെ ഡോമിനൻസ്, അവരുടെ പവർ, അപ്പോൾ ഇതൊക്കെ തന്നെ ഏഷ്യയിലും അതുപോലെ തന്നെ ഓഷ്യാനിയ അതുപോലുള്ള റീജിയനിലൊക്കെ തന്നെ മറ്റു രാജ്യങ്ങൾക്കൊക്കെ തന്നെ ഒത്തിരി ആശങ്കകളും അല്ലെങ്കിൽ ഭീഷണികളൊക്കെ ഉണ്ടാക്കി വെക്കുന്നത് കാരണം ഈ രാജ്യങ്ങളൊക്കെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആംസിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. സൗത്ത് ഏഷ്യയിൽ തന്നെ നമുക്കറിയാം ഈ പറഞ്ഞ ചൈനയും പാകിസ്ഥാനും തമ്മിലുള്ള അൺഹോളി നെക്സസും, അതായത് ഇന്ത്യക്കെതിരെ അവരത് ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടൊക്കെ തന്നെ ഇന്ത്യ ലാർജ് സ്കെയിലായിട്ട് ഹൈ വോളിയം ഒരു ഈ പറഞ്ഞ ആംസ് ഇമ്പോർട്ട് ചെയ്യുന്ന രാജ്യമായിട്ട് നിലനിൽക്കുകയാണ്. അത് തീർച്ചയായിട്ടും ചൈനയുടെയും പാകിസ്ഥാനിൻ്റെ ഭാഗത്തു നിന്നുള്ള ത്രെട്ടിനെ നമുക്ക് തീർച്ചയായിട്ടും ഫലപ്രദമായിട്ട് കൗണ്ടർ ചെയ്യാനും അതിനെ ഒരു കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് വരുമ്പോൾ നമുക്ക് അതിനെ ന്യൂട്രലൈസ് ചെയ്യാനും കഴിയണമെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ രാജ്യങ്ങളുടെ അത്യാധുനികമായിട്ടുള്ള സാങ്കേതിക വിദ്യകളാൽ നിർമ്മിക്കപ്പെട്ട ആയുധങ്ങൾ തന്നെ ഇപ്പോൾ നമുക്ക് അത്യാവശ്യമാണ്. അപ്പോൾ നമ്മൾ ഡൈവേഴ്സിഫൈ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞാൽ മറ്റു രാജ്യങ്ങളെ നമ്മൾ ആശ്രയിക്കുന്നുണ്ട്. പ്രധാനമായിട്ടും ഫ്രാൻസ്, ഇസ്രായേൽ, അമേരിക്ക, അതുപോലെ ജർമ്മനി. അപ്പോൾ ഈ രാജ്യങ്ങളെയൊക്കെ തന്നെ നമ്മൾ അതിനകത്തിൽ ഏറ്റവും പ്രധാനമായിട്ട് ഫ്രാൻസ്, ഇസ്രായേൽ, പിന്നാണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് വരുന്നത്. അപ്പോൾ ഇന്ത്യയുടെ ഈ പറഞ്ഞ കഴിഞ്ഞൊരു ദശാബ്ദ കാലമായിട്ട് ഇന്ത്യയുടെ ഈ ഡിഫൻസ് സപ്ലൈസിന്, കാരണം നമ്മൾ ഏകദേശം 70% നമ്മൾ റഷ്യയിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ടിരുന്ന ഒരു രാജ്യമായിരുന്നു. ഇപ്പം റഷ്യയിൽ നിന്ന് നമ്മൾ വാങ്ങിക്കുന്നുണ്ടുള്ളത് ഏകദേശം 40%. അതിൻ്റെ അർത്ഥം പറഞ്ഞാൽ നമ്മുടെ ആഭ്യന്തര ഉൽപ്പാദനത്തിൻ്റെ കോൺട്രിബ്യൂഷൻ, അല്ലെ ആഭ്യന്തരമായി നമ്മൾ നിർമ്മിക്കുന്ന ആയുധങ്ങളുടെ കോൺട്രിബ്യൂഷൻ ഇപ്പോഴും നമുക്കങ്ങനെ കാര്യമാത്രമായിട്ടില്ല. അതും ഈ 40% കഴിഞ്ഞ് ഈ പറഞ്ഞ ആഭ്യന്തര ഉൽപ്പാദനം കൂടെ നമ്മൾ മാറ്റിക്കഴിഞ്ഞാൽ പിന്നീട് നമ്മുടെ റിക്വയർമെന്റിനെ ഫില്ല് ചെയ്യുന്ന ഫ്രാൻസിൽ നിന്നും, ഇസ്രായേലിൽ നിന്നും, അമേരിക്കയിൽ നിന്നും, പിന്നെ ജർമ്മനിയെ നമ്മളിപ്പോൾ സമ്മറൈൻ അതുപോലുള്ള ഡീലൊക്കെ നമ്മൾ ജർമ്മനിയായിട്ട് നമ്മൾ കരാറിൽ ഏർപ്പെട്ടുണ്ട് അത്യാധുനികമായിട്ടുള്ള സമ്മറൈൻസ് നിർമ്മിക്കാൻ വേണ്ടി. അപ്പോൾ ഇന്ത്യയുടെ റഷ്യയിൽ നിന്ന് വാങ്ങിക്കുന്ന ആയുധത്തിൻ്റെ അളവ് 2011-15 കാലഘട്ടത്തിലെ 70%ആയിരുന്നു. അത് 2016-20 ആയപ്പോഴത്തേക്ക് 51%. ഇപ്പം 2021-25 4 വർഷത്തെ ഈ പറഞ്ഞൊരു കാലയളവിൽ 40% കുറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് റഷ്യക്ക് യുക്രൈനിലുള്ള യുദ്ധമൊക്കെ നിലനിൽക്കുന്നുണ്ട്. ഒരു പക്ഷേ കൂടുതൽ ആയുധങ്ങൾ മറ്റു രാജ്യങ്ങൾക്ക് നൽകാൻ സാധിക്കാത്തതിൻ്റെയും കൂടെ ഒരു കാരണമായിരിക്കാം ഇത് എന്ന് നമുക്ക് ഊഹിക്കാൻ സാധിക്കും. അപ്പോൾ ഇന്ത്യയും ഫ്രാൻസും തമ്മിൽ നമുക്കറിയാം മെഗാ ഡീൽസ് ഒക്കെ ഒപ്പുവെക്കാനുള്ള പരിപാടിയിലാണ്. റഫേലിൻ്റെ പർച്ചേസിലും അതുപോലെ തന്നെ ഈ മറ്റ് മേഖലകളിലൊക്കെ തന്നെ, അതായത് ഈ എയർഫോഴ്സിന് വേണ്ടിയുള്ളതും നേവിക്ക് വേണ്ടിയൊക്കെയുള്ള റഫേൽ, നമ്മൾ ഏകദേശം 26 റഫേൽ മറൈൻ, അതായത് ഈ റഫേലെ, അതായത് മറൈൻ നേവിക്ക് വേണ്ടി, അതുപോലെ തന്നെ സൈമുലേറ്റേഴ്സ്, വെപ്പൺസ്, പെർഫോമൻസ് ബേസ്ഡ് ലോജിസ്റ്റിക്സ്, ഇതൊക്കെ തന്നെ 2025 ഇന്റർ ഗവൺമെൻറ് എഗ്രിമെൻറ്റ് ഫ്രാൻസുമായിട്ടുള്ളത്. അപ്പോൾ അത് ഈ പറഞ്ഞ ഫ്രാൻസുമായിട്ട് നമുക്ക് റഷ്യ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ ആയുധങ്ങൾ നമ്മൾ വാങ്ങിക്കുന്നത് ഫ്രാൻസുമായിട്ടാണ്. അല്ലെങ്കിൽ ഡിഫൻസ് റിലേഷൻ അല്ലെങ്കിൽ ഡിഫൻസ് ടൈപ്പ് ഉള്ളത് നമുക്ക് ഫ്രാൻസിൽ നിന്നാണ്. അത് കഴിഞ്ഞ് പിന്നെ ഇസ്രായേലാണ്, പിന്നെ അത് കഴിഞ്ഞ് അമേരിക്കയാണ്. അതുപോലെ തന്നെ ഈ അമേരിക്ക ബേസ്ഡ് ആയിട്ടുള്ള മീട്രിയ മാനേജ്മെൻറ്റുമായിട്ടൊരു നമ്മൾ ഡീൽ സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു അടുത്ത കാലത്ത്. അത് KC-135 റീഫ്യൂവലിംഗ് എയർക്രാഫ്റ്റ് നമ്മൾ ലീസ് ചെയ്യാൻ വേണ്ടിയാണ്. അതായത് ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ നേവിയുടെയൊക്കെ പൈലറ്റ്സിന് ട്രെയിനിങ്ങിന് വേണ്ടിയുള്ള ഒരു എയർക്രാഫ്റ്റാണ്. അപ്പോൾ അങ്ങനെ ഈ പറഞ്ഞ രാജ്യങ്ങളായിട്ടൊക്കെ നമ്മൾ വളരെ ഡീപ്പായിട്ടുള്ള ഡിഫൻസ് റിലേഷൻഷിപ്പും അതുപോലെ തന്നെ ആയുധങ്ങൾ നമ്മൾ വാങ്ങിക്കുന്നൊക്കെ ഉണ്ട്. ഇസ്രായേലുമായിട്ടും നമ്മൾ വളരെ എന്താണ് പറയുന്നത്, ഇക്കാര്യത്തിൽ വളരെ മെച്ചപ്പെട്ട റിലേഷനാണുള്ളത്. അതുപോലെ ഫ്രാൻസുമായിട്ട് നമ്മൾ ഈ സഫ്രാൻ എന്ന് പറയുന്ന എൻജിൻ, നമ്മുടെ ഭാരത് ഇലക്ട്രോണിക്സ് ആയിട്ടുള്ള ജോയിൻറ്റ് വെഞ്ചർ, അതുപോലെ തന്നെ ഹാമർ മിസൈല്, മൾട്ടി റോൾ ഹെലികോപ്റ്റർ, അതുപോലെ MRO ഫെസിലിറ്റി ഫോർ M88 എൻജിൻസ്. അപ്പോൾ ഇങ്ങനെയുള്ള വ്യത്യസ്തമായിട്ടുള്ള എന്നാൽ നമുക്ക് കൂടുതൽ എന്താണ് പറയുന്നത് ആഴത്തിലുള്ള ഈ നമ്മളുടെ പ്രതിരോധ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള വ്യത്യസ്തമായിട്ടുള്ള മേഖലകളിൽ ഈ രാജ്യങ്ങളുമായിട്ടൊക്കെ തന്നെ വളരെ ഡീപ്പായിട്ടുള്ള റിലേഷൻസ് നമ്മൾ പല ഡീലുകളിൽ കൂടെയും പല എഗ്രിമെൻറ്റിൽ കൂടെ നമ്മൾ അത് ഉറപ്പുവരുത്തിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇന്ത്യയെ സംബന്ധിച്ച് അത് വളരെ അത്യാവശ്യമാണ്. ഇപ്പോൾ പാകിസ്ഥാൻ നമുക്ക്
ഓക്കെയാണ്. പക്ഷേ ചൈന എന്ന് പറയുന്ന വമ്പൻ നമ്മുടെ അയൽ രാജ്യമായിട്ടുള്ളത് കൊണ്ടും ചൈനയുടെ ശക്തി വർദ്ധിച്ചു വരുന്നതുകൊണ്ടും ചൈനയുടെ ഇന്റൻഷൻസ്, അവരുടെ പിന്നെ അഭിലാഷങ്ങൾ നമുക്കൊരിക്കലും ആം, മറ്റു രാജ്യങ്ങളുടെ പോലെ മറ്റു രാജ്യങ്ങളെ പോലല്ലല്ലോ ചൈന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. തീർച്ചയായിട്ടും അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തികൾ അല്ലെങ്കിൽ അവരുടെ ജിയോ പൊളിറ്റിക്കൽ അംബീഷൻസ് എന്താണെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം. അപ്പോൾ അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലും വെളിച്ചത്തിലും നമുക്ക് തീർച്ചയായിട്ടും ഈ പറഞ്ഞ മേഖലയെ കൂടുതൽ പരിപൂർണമായിട്ടും ശക്തിപ്പെടുത്തേണ്ടതിൻ്റെ ആവശ്യമുണ്ട്. അതുകൊണ്ട് നമുക്ക് ഈ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള രാജ്യങ്ങളാണല്ലോ ഈ പറഞ്ഞ ഫ്രാൻസ് ആയാലും ഫ്രാൻസ് ആയാലും US ആയാലും ഇസ്രായേൽ ആയാലും ഈവൻ റഷ്യ ആയാലും എല്ലാം തന്നെ വളരെ അഡ്വാൻസ് ടെക്നോളജി കൈവശമുള്ള രാജ്യങ്ങളാണ്. വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വെപ്പൺ സിസ്റ്റംസ് ട്രഡീഷണലായിട്ട് ദശാബ്ദങ്ങളായിട്ട് അവർ ഈ പറഞ്ഞ പ്രതിരോധ മേഖലയിൽ നിർമ്മിക്കുകയും മറ്റു രാജ്യങ്ങൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന രാജ്യങ്ങളൊക്കെ തന്നെയാണ്. അതുപോലെ ജർമ്മനി ഈ പറഞ്ഞ സമ്മറൈൻ്റെ ഒക്കെ മാനുഫാക്ചറിങ്ങിലൊക്കെ തന്നെ വളരെ അഗ്രഗണ്യന്മാരാണ്. അപ്പോൾ നമ്മൾ ഈ അടുത്ത സമയത്ത് ജർമ്മനിയുമായിട്ടും അത്യാധുനികമായിട്ടുള്ള സബ്മറൈൻസ് നിർമ്മിക്കുവാനുള്ള ഏർപ്പാടുകൾ അല്ലെങ്കിൽ എഗ്രിമെൻറ്റിലൊക്കെ നമ്മൾ അല്ലെങ്കിൽ ആ ഒരു കരാറിലൊക്കെ നമ്മൾ ഏർപ്പെടുകയുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഇൻഡിജിനസ് ആയിട്ടുള്ള എന്ന് വെച്ചാൽ ആഭ്യന്തരമായിട്ടുള്ള നമ്മുടെ മാനുഫാക്ചറിങ്ങും വർദ്ധിച്ചു വരുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. നമ്മുടെ ഈ 26-27 യൂണിയൻ ബജറ്റിൽ തന്നെ ഏകദേശം 7.85 ലക്ഷം കോടി രൂപയാണ് ഡിഫൻസിന് വേണ്ടി വക മാറ്റി വെച്ചിട്ടുള്ളത്. അത് കഴിഞ്ഞ വർഷത്തേക്കാളും ഏകദേശം 15.19% കൂടുതലായിട്ട് ഉണ്ടതിനകത്ത്. 20% വേണമെന്നൊക്കെ പല കോണുകളിൽ നിന്നും ഡിമാൻഡും ക്ലെയിമും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഗവൺമെൻറ് അത് 15.19 സ്ഥിരപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഫിനാൻഷ്യൽ ഇയർ 25-26 അപേക്ഷിച്ചിട്ട് ഇത്രയും വർധനവ് ഈ പ്രാവശ്യത്തെ ബജറ്റിൽ ഡിഫൻസിന് വേണ്ടി അത് വക മാറ്റി വെച്ചിട്ടുള്ളത് ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. അതിനകത്ത് ഏകദേശം നമ്മളുടെ 1.39 ലക്ഷം കോടി രൂപ ഈ ആഭ്യന്തര നിർമ്മാണത്തിലൂടെ എന്നുവെച്ചാൽ നമ്മുടെ രാജ്യത്ത് നിർമ്മിക്കുന്ന ആയുധങ്ങൾ പ്രൊക്യൂർ ചെയ്യാൻ വേണ്ടിയാണ് 1.39 ലക്ഷം കോടി രൂപ ഉപയോഗിക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ ഈ പറഞ്ഞ ഈ നമ്മളുടെ ക്യാപിറ്റൽ അക്വിസിഷൻ ബജറ്റ് എന്ന് പറയുമ്പം ഈ ഡിഫൻസിന് വേണ്ടി വെപ്പൺസ് അതുപോലുള്ള ആയുധങ്ങൾ വാങ്ങിക്കുന്നതിന് വേണ്ടി വക മാറ്റിയിട്ടുള്ളതിൻ്റെ 75%വും ലോക്കൽ ഇൻഡസ്ട്രീസിന് വേണ്ടിയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്ലാറ്റ്ഫോംസ് T-90 ടാങ്ക്, സുഖോയ് 30 MKI ഫൈറ്റർ എയർക്രാഫ്റ്റ്, ഇതൊക്കെ തന്നെ നമ്മൾ ലൈസൻസോടുകൂടി ഇന്ത്യയിൽ നിർമ്മിക്കുന്നതാണ്. അതുപോലെ തന്നെ ബ്രഹ്മോസ് ക്രൂയിസ് മിസൈൽസ് ഇന്ത്യയും റഷ്യയും തമ്മിൽ വളരെ സക്സസ്ഫുൾ ആയിട്ടും ഏറ്റവും എന്താണ് പറയുന്നത് വളരെ ഡെഡ്ലി ആയിട്ടുള്ള ഒരു ക്രൂയിസ് മിസൈലിൻ്റെ ഒരു ജോയിൻറ്റ് വെഞ്ചറാണത്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ ഇന്ത്യയെ സംബന്ധിച്ച് കൂടുതൽ മെച്ചപ്പെട്ടൊരവസ്ഥയിലേക്ക് നമുക്ക് എത്തിച്ചേരുവാൻ നമ്മളെ സഹായിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നെക്സ്റ്റ് ജനറേഷൻ കേപ്പബിലിറ്റീസ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമുക്കുള്ളത് ഏകദേശം 200 റഷ്യൻ ഫൈറ്റർ ജെറ്റ്സ് ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ S-400 എയർ ഡിഫൻസ് സിസ്റ്റം നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. കൂടുതൽ S-400 മേടിക്കാൻ വേണ്ടി ഏകദേശം ധാരണയിലായിട്ടുണ്ട്, പ്ലാൻ ചെയ്യുന്നുണ്ട്. ഓൾറെഡി ഇനിയും നമ്മുടെ ആദ്യത്തെ റഷ്യയായിട്ടുള്ള ഡീലിൽ നിന്ന് നമുക്ക് 2 ബാറ്ററികൾ കിട്ടാനുണ്ട്. അതല്ലാതെ S-400 5 സ്ക്വാഡുകൾ നമ്മൾ മേടിക്കാൻ വേണ്ടി നമ്മളത് പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിനെക്കുറിച്ച് നമ്മൾ വീഡിയോ ചെയ്തതാണ്. അതുപോലെ T-90 ടാങ്ക്സ്, മിഗ് എയർക്രാഫ്റ്റ്, സബ്മറൈൻസ്, ഫ്രിഗേറ്റ്സ്, ഇതെല്ലാം റഷ്യയിൽ നിന്നുള്ളത് നമ്മളിപ്പോൾ ഓപ്പറേഷനിലാണ്, നമ്മുടെ സേനയ്ക്ക് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ്. S-400 നമുക്കറിയാം ഏകദേശം 400 കിലോമീറ്ററോളം റേഞ്ചുള്ളതാണ്. 80 ടാർഗറ്റിനെ ഒരുപോലെ തന്നെ 80 ടാർഗറ്റിനെ നമുക്ക് ട്രാക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ് ഒരേ സമയത്ത് തന്നെ. അപ്പോൾ ഇതാണ് നമ്മൾ ഓപ്പറേഷൻ സിന്ധൂറിൽ പാകിസ്ഥാൻ നമുക്കെതിരെ തൊടുത്തുവിട്ട ഈ എന്താണ് പറയുന്നത് ഡ്രോണുകൾക്കും അല്ലെങ്കിൽ മിസൈലുകൾക്കെതിരെയൊക്കെ നമുക്ക് സക്സസ്ഫുൾ ആയിട്ട് അതിനെയൊക്കെ ഇന്റർസെപ്റ്റ് ചെയ്യാനും ന്യൂട്രലൈസ് ചെയ്യാനും നമുക്ക് കഴിഞ്ഞിട്ടുള്ളത്. അതുപോലെ റഷ്യയുടെ ഏറ്റവും അത്യാധുനികമായിട്ടുള്ള S-500 നമ്മൾ വാങ്ങിക്കുവാനുള്ള ഒരു ധാരണയായിട്ടില്ല പദ്ധതി ഇന്ത്യൻ ഡിഫൻസ് അതിനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ശരിക്കും പറഞ്ഞിട്ട്. അപ്പോൾ നമുക്ക് ഈ 5th ജനറേഷൻ എയർക്രാഫ്റ്റ് ഇല്ല. ഫ്രാൻസിൻ്റെ റഫേൽ എന്ന് പറഞ്ഞാൽ 4.5 ആണ് ജനറേഷൻ വെച്ച് നോക്കുമ്പോൾ. അതുപോലെ റഷ്യയ്ക്കും തീർച്ചയായിട്ടും അമേരിക്കയുടെ കയ്യിലുള്ള 5th ജനറേഷൻ ഫൈറ്റർ എയർക്രാഫ്റ്റിൻ്റെ അത്രയും സ്റ്റെൽത്ത് അല്ല റഷ്യയുടെ സുക്കോയ് 57 എന്ന് പറയുന്നത്. എന്നാൽ ചില സ്റ്റെൽത്തിൻ്റെ ചില ഫീച്ചേഴ്സും അല്ലെങ്കിൽ സ്റ്റെൽത്ത് ആണ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇന്ത്യ ഈ പറഞ്ഞ സ്റ്റെൽത്ത് ഈ Su-57 5th ജനറേഷൻ സ്റ്റെൽത്ത് ഫൈറ്റർ എയർക്രാഫ്റ്റ് 1-2 സ്ക്വാഡ്രൺസ് റഷ്യയിൽ നിന്ന് വാങ്ങിക്കാനുള്ള പരിപാടി ഉണ്ട് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അപ്പോൾ ഇത് തീർച്ചയായിട്ടും ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യ റഷ്യയുടെ ആയുധങ്ങൾ ചിരകാലമായിട്ട് അല്ലെങ്കിൽ ദശാബ്ദക്കാലമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. നമുക്ക് അതിനെക്കുറിച്ച് ഈ പറഞ്ഞ ഇന്ത്യൻ
പൈലറ്റ്സിനായാലും അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യൻ ഡിഫൻസ് ഓപ്പറേറ്റേഴ്സിനൊക്കെ ആയാലും അത് അവർക്ക് എളുപ്പം അല്ലെങ്കിൽ വളരെ സിമ്പിൾ മീൻസ് അവർക്ക് ഫെമിലർ ആയതുകൊണ്ട് അവർക്കത് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കി കൊടുത്തില്ല. അതുപോലെ തന്നെ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് നമ്മുടെ പബ്ലിക് സെക്ടർ യൂണിറ്റിലുള്ള ഡിഫൻസ് മാനുഫാക്ചറിങ് ഒരു കമ്പനി ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡിനെ സംബന്ധിച്ചാലും റഷ്യൻ വെപ്പൺസ് ഒക്കെ അവർ ഒത്തിരി കാലം കൊണ്ട് കൈകാര്യം ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും അവരെ സംബന്ധിച്ച് സർവീസ് ചെയ്യാനും ഒക്കെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാനും ഒക്കെ വളരെ എളുപ്പമാണ്. ഇപ്പോൾ റഷ്യ നമുക്ക് തീർച്ചയായിട്ടും ഈ ടെക്നോളജി ട്രാൻസ്ഫറിന് അവർക്ക് സമ്മതക്കുറവൊന്നുമില്ല. അതുപോലെ തന്നെ ലൈസൻസ് പ്രൊഡക്ഷന്, എയർ വെപ്പൺസിൻ്റെ, അതുപോലെ തന്നെ ഇന്ത്യയുടെ വെപ്പൺസും ഇന്ത്യൻ സിസ്റ്റമൊക്കെ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ സാധാരണ മറ്റു രാജ്യങ്ങളൊന്നും അത് സമ്മതിക്കത്തില്ല. അമേരിക്കയും അല്ലെങ്കിൽ ഈ പറഞ്ഞ ഫ്രാൻസ് പോലൊന്നും അവർ ഫൈറ്റർ എയർക്രാഫ്റ്റ് ഒക്കെ തരും, പക്ഷേ അത് മൊത്തവും നമ്മൾ അവരിൽ നിന്ന് മേടിക്കേണ്ട അവസ്ഥകളാണ് നമുക്ക് ഈ പറഞ്ഞ രാജ്യങ്ങളുണ്ട്. അതുപോലെ തന്നെ അവർ ടെക്നോളജി ട്രാൻസ്ഫർ ചെയ്യാനും ലൈസൻസ് പ്രൊഡക്ഷനും ഒക്കെ തന്നെ വളരെ ബുദ്ധിമുട്ട് പ്രകടിപ്പിക്കുന്ന രാജ്യങ്ങളാണ് ഈ പറഞ്ഞ റഷ്യ ഒഴിച്ച് ബാക്കിയുള്ള രാജ്യങ്ങളൊക്കെ തന്നെ. ഇസ്രായേലും കുഴപ്പമില്ല, എക്സെപ്ഷനിലാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് റഷ്യയുമായിട്ടുള്ള ഈ ഡിഫൻസ് ടൈപ്പാണ് അല്ലെങ്കിൽ ഡിഫൻസ് എന്താണ് പറയുന്നത് റിലേഷനാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഇന്ത്യയെ സംബന്ധിച്ച് ഏറ്റവും വളരെ സ്മൂത്തായിട്ടും അല്ലെങ്കിൽ എന്താണ് പറയുന്നത് നമുക്ക് മറ്റു രാജ്യങ്ങളെ അപേക്ഷിച്ച് നമുക്ക് കൂടുതൽ ഒരു ഈസി ടു ഹാൻഡിൽ എന്നുള്ള അവസ്ഥയിൽ നമുക്കതിനെ കൈകാര്യം ചെയ്യാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ പറഞ്ഞ ഒരു പിക്ചറാണ് നമ്മുടെ ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഡിഫൻസിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. നമ്മൾ ഈ അടുത്ത സമയത്ത് ഡിസംബറിൽ പുടിൻ ഇവിടെ വന്ന സമയത്ത് ഈ ഇന്ത്യയും റഷ്യയുമായിട്ടൊരു റെസിപ്രോക്കൽ, അതായത് റെലോസ് എന്ന് പറയും, റെസിപ്രോക്കൽ എക്സ്ചേഞ്ച് ഓഫ് ലോജിസ്റ്റിക്സ് അഗ്രിമെൻറ്റ്. എന്ന് വെച്ചാൽ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ ഏതെങ്കിലും ഇപ്പോൾ യുദ്ധമോ അല്ലെങ്കിൽ യുദ്ധത്തിന് സമാനമായിട്ടുള്ള അത് ഇന്ത്യ അമേരിക്കയിലുണ്ട് ലോജിസ്റ്റിക്സ് എഗ്രിമെൻറ്റ്, ഇന്ത്യ അമേരിക്കയിലുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഈ പറഞ്ഞ അമേരിക്ക ഇതുപോലുള്ളൊരു പ്രശ്നം ഇപ്പോൾ നേരിടുമ്പോൾ തീർച്ചയായിട്ടും അവരുടെ എയർക്രാഫ്റ്റ് വന്ന് ലാൻഡ് ചെയ്യാനോ അല്ലെങ്കിൽ ഷിപ്പിനെ നമ്മുടെ ബോട്ടിൽ കൊണ്ടുവരാനോ ഒക്കെ തന്നെയുള്ള പരസ്പര ധാരണയാണ് ഈ പറഞ്ഞ ലോജിസ്റ്റിക്സ് എഗ്രിമെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മിലിറ്ററി ഫോർമേഷൻസ്, നേവൽ ഡോക്കിംഗ്, അതുപോലെ തന്നെ എയർഫീൽഡ് നമുക്ക് ഷെയർ ചെയ്യേണ്ടി വരും. അതുപോലെ തിരിച്ചു അവർക്ക് നമ്മളിപ്പം ഏതെങ്കിലും യുദ്ധം അല്ലെങ്കിൽ തന്നെ നമ്മളുടെ എയർക്രാഫ്റ്റ് ഇപ്പോൾ അമേരിക്കൻ സൈഡിലൊക്കെ നമ്മൾ പോകുമ്പോൾ നമുക്ക് ഏതെങ്കിലും തരത്തിലൊക്കെ അവിടെ നമുക്ക് ലാൻഡ് ചെയ്യേണ്ടതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ എഗ്രിമെൻ്റ് ഭാഗമായിട്ട് അല്ലെങ്കിൽ എഗ്രിമെൻ്റ് ഉള്ളതുകൊണ്ട് അല്ലെങ്കിൽ ഈ ധാരണ ഉള്ളതുകൊണ്ട് നമുക്ക് തീർച്ചയായിട്ടും അത് മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല, നമുക്ക് എളുപ്പം ചെയ്തു തരാം. അതുപോലെ ലോജിസ്റ്റിക് സപ്പോർട്ട്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ട്രീറ്റി അല്ലെങ്കിൽ ധാരണ ഇന്ത്യയും റഷ്യയും തമ്മിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് ഇന്ത്യയെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടൈപ്പാണ് റഷ്യയുമായിട്ടുള്ളത്. കാരണം നമുക്ക് പണ്ട് മുതലേ നമ്മളുടെ കൂടെ നിൽക്കുന്നതും അല്ലെങ്കിൽ നമുക്ക് അത്യാവശ്യമായിട്ടുള്ള റഷ്യ നിർമ്മിക്കുന്ന അത്യാധുനികമായിട്ടുള്ള വെപ്പൺസ് സിസ്റ്റം ഒക്കെ തന്നെ തരാൻ വലിയ വൈമനസ്യമില്ലാത്ത, ഇതിൻ്റെ മറുവശം എന്ന് പറഞ്ഞാൽ റഷ്യക്കും ഇന്ത്യയെ പോലൊരു പാർട്ണർ കൺട്രിയെ രാജ്യത്തിനെ വളരെ അത്യാവശ്യമാണ് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. കാരണം റഷ്യയും ചൈനയും തമ്മിൽ ഇപ്പോൾ വളരെ കാര്യമായിട്ടുള്ള ബന്ധം ഉണ്ടെങ്കിൽ തന്നെയും റഷ്യക്ക് തീർച്ചയായിട്ടും നമുക്കറിയാം ഈ രണ്ട് രാജ്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ലോങ് ടേമിൽ അവർക്കൊരു ട്രസ്റ്റിൻ്റെ ഡെഫിസിറ്റ് ഉണ്ടാകും എന്നുള്ള സംശയങ്ങളൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഇന്ത്യക്ക് റഷ്യക്ക് ഇന്ത്യയും ഡിപ്പെൻഡ് ചെയ്യേണ്ട വളരെ എന്താണ് നമുക്ക് വളരെ ഒരു ഒഴിച്ചുകൂടാൻ പറ്റാത്ത, പ്രത്യേകിച്ച് നമുക്ക് വേണേൽ മറിച്ച് വേണേൽ നമുക്ക് പറയാൻ പറ്റും റഷ്യക്ക് ഇന്ത്യ ഇതിൽ ഒഴിവാക്കാൻ സാധിക്കത്തില്ല എന്നുള്ളതായിരിക്കും ഒരു ഒന്നുകൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന അതിൻ്റെ ഒരു ആംഗിൾ അല്ലെങ്കിൽ വശം എന്ന് പറഞ്ഞാൽ. ഇന്ത്യ കമ്മീഷൻ ചെയ്ത സ്റ്റെൽത്ത് ഫ്രിഗേറ്റ്സ് ഉണ്ട്, INS തുഷീൽ, INS ഈ ടമാ, ഇതൊക്കെ റഷ്യ എന്നുള്ളതാണ്. അതുപോലെ തന്നെ കൂടുതൽ ഈ പറഞ്ഞ നേവൽ വെസൽസ് ഒക്കെ തന്നെ നമ്മുടെ ഇന്ത്യൻ ഓഷ്യനിൽ ചൈനയുടെ വർദ്ധിച്ചു വരുന്ന പ്രസൻസും അല്ലെങ്കിൽ അവരുടെ പവർ ഡോമിനൻസും ഒക്കെ തന്നെ. കാരണം ഇപ്പം ട്രഡീഷണലി ഇന്ത്യൻ ഓഷ്യൻ എന്ന് പറയുമ്പോൾ ഇന്ത്യക്ക് അത്യാവശ്യം നേവൽ ഡോമിനൻസും മാരിടൈം ഡോമിനൻസും ഉള്ളതാണ്. അപ്പോൾ അവിടെ ഇപ്പോൾ ചൈന പാകിസ്ഥാനെയും ബംഗ്ലാദേശിനെയൊക്കെ കൂട്ടുപിടിച്ചുകൊണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞാണ് അവരുടെ നേവൽ കപ്പാസിറ്റി ഒക്കെ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയുടെ അവിടെ നിലവിലുള്ള ഒരു ഡോമിനൻസിനെ എന്താണ് പറയുന്നത് മിനിമൈസ് ചെയ്യാനും അല്ലെങ്കിൽ ന്യൂട്രലൈസ് ചെയ്യാനാക്കുന്നു. അപ്പോൾ ഇന്ത്യ തീർച്ചയായിട്ടും ഇന്ത്യയുടെ നേവൽ കപ്പാസിറ്റിയിലൊക്കെ തന്നെ ഇപ്പോൾ നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് നമുക്ക് നമ്മളുടെ ഡിഫൻസിനെ കുറിച്ചും റഷ്യയായിട്ടുള്ള ബന്ധത്തെക്കുറിച്ചും ഒക്കെ തന്നെ നമുക്ക് പങ്കുവയ്ക്കാനുള്ളത്. അപ്പം സമാനമായിട്ടുള്ള ടോപ്പിക്കുകൾ വരുമ്പോൾ നമുക്ക് അതിനനുസരിച്ച് നമുക്ക് ഷെയർ ചെയ്യാം. തൽക്കാലം ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. മറ്റൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോ. എല്ലാവർക്കും നന്ദി, നമസ്കാരം.